സ്തോത്രം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദൈവശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. എല്ലാ പ്രാർത്ഥനക്കാരുടെയും ആഗ്രഹവും അത് തന്നെയാണ്. എല്ലാവരുടെയും, അതായത് പള്ളിയിൽ പോകുന്നവരെല്ലാവരുടെ വലിയ ആഗ്രഹവും അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മന്ദിരവും നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവോത്ര. യഥാർത്ഥത്തിൽ നമ്മൾ സാത്താൻ്റെ ശബ്ദം കേൾക്കാനാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതായത് ചിന്ത. നമ്മളിപ്പോൾ ഒരു ബൈബിൾ എടുത്ത് ഒരു വചനം വായിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, പെട്ടെന്ന് നമുക്കൊരു കോൾ വരും. അത് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കുകയുള്ളൂ. ഉടനെ നമ്മൾ ആ ബൈബിൾ വായന അവിടെ നിൽക്കും. പിന്നെ നമ്മൾ അവരുമായിട്ട് നമ്മുടെ ചിന്തയ്ക്കകത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ വചന ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനായി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനകത്ത് സംഘർഷണ മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. സ്തോത്രം. ഒത്തിരി ചിന്തകളാൽ ഒത്തിരി 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 ചിന്തകളുണ്ട് നമ്മുടെ മണ്ടത്തലയ്ക്കകത്ത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതും വെച്ചേച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കൊരു ഏകാഗ്രത കിട്ടത്തില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനുള്ളൊരു ഒരു 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 സന്തോഷം ഉണ്ടാകത്തില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ 139 സങ്കീർത്തനം, സ്തോത്രം, നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കണം. അതിൽ ദാവീദ് വളരെ ശക്തമായും പറയുന്നൊരു ഭാഗമുണ്ട്. കർത്താവേ, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് കയറിപ്പോവും? നീ എവിടെ കയറിപ്പോയി? എവിടെ പോയാലും നീ ഉണ്ടാവും. പാതാളത്തിൽ പോയാൽ അവിടെയുണ്ട്, സ്വർഗത്തിൽ പോയാൽ അവിടെയുണ്ട്. ഇനി കൂരിരുട്ടിൻ്റെ കൂടെ നടന്നു പോയാലും കർത്താവേ നീ അവിടെയുണ്ട്. ഇത് മോശയും പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സാന്നിധ്യം കൂടാതെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവ ശബ്ദം നമ്മുടെ ഹൃദയത്തിലാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത്, അതായത് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് കേൾക്കാനായിട്ട് നമ്മുടെ ഈ ചെവി സമ്മതിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ഒരു 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 സന്തോഷമുള്ള സംഭവം അതൊക്കെ. പക്ഷേ വീട്ടിനകത്ത് സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. ജോലി സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. ചർച്ചിൽ പോയ അവിടെയും സമാധാനമാക്കി ഇരിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം വെളിപ്പാട് 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അതുപോലെ തന്നെ വെളിപ്പാട് 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. പത്മോസ് ദ്വീപിനകത്ത് കിടക്കുന്ന യോഹന്നാൻ പലതും ചിന്തിക്കണം, പലതും പറയണം. എനിക്ക് ഈ ഗതി വന്നല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ബാക്കിയുള്ള ശിഷ്യന്മാർ അവിടെയുണ്ട് ഇവിടെയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമയം വെറുതെ കളയണം. പക്ഷെ ഇതൊന്നും യോഹന്നാൻ ചെയ്തില്ല. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിനകത്ത് വെച്ച് ഒരു ആത്മവിവശത ഉണ്ടായി. ആ ആത്മവിവശതയിലാണ്, സ്തോത്രം, വെളിപ്പാട് എഴുതുന്നത്. 7 സഭകൾക്കുള്ള ദൂത് എഴുതുന്നത്. സാത്താൻ്റെ സകല തന്ത്രങ്ങളെക്കുറിച്ചും അവൻ എത്ര വർഷം ദണ്ഡിക്കപ്പെടുമെന്നും ഈ കർത്താവിൻ്റെ വരവ് എങ്ങനെയാണെന്നും, സ്തോത്രം, അത് കഴിഞ്ഞിട്ടുള്ള ഈ സാത്താനെ, സ്തോത്രം, കർത്താവ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നെല്ലാം വളരെ വളരെ ആഴമേറിയ ദർശനമാണ്, സ്തോത്രം, യോഹന്നാന് കർത്താവ് കൊടുത്തത്. അല്ലാതെ അവിടെ ഇരുന്നിട്ട് സ്വന്തം ബുദ്ധിയിലും സ്വന്തം ചിന്തയിലും ഒന്നും അങ്ങേര് എടുത്തിട്ട്. ഞാൻ ആ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ട് വന്നപ്പോൾ 10-ാമത്തെ വാക്യത്തിൻ്റെ താഴോട്ട് പറയുന്നുണ്ട്, 6, 7, 8 വാക്യങ്ങളിൽ അങ്ങനെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ആ സമുദ്രത്തിൻ്റെ മേൽ നിൽക്കുന്ന ദൂതൻ്റെ കയ്യിലൊരു ചുരുളുണ്ട്, നീ അത് ചെന്ന് വാങ്ങിക്കേ, പോഹ്, ചെല്ല്. അപ്പോൾ ഞാനിങ്ങനെ ഈ വചനം ധ്യാനിച്ചപ്പോൾ, കർത്താവേ, ഇത് ഭൂമിയിൽ നടക്കുന്ന സംഭവമാണ്? അല്ല, ഇത് സ്വർഗത്ത് നടക്കുന്ന സംഭവമാണ്. അത് ട്രാവലിംഗ് എന്ന് പറയും, ആത്മാവിൽ സഞ്ചരിക്കുക. അപ്പോൾ നീ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലേ ഈ പറയുന്ന വചനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മണ്ടത്തലയിലല്ല, ഹൃദയത്തിൽ ക്ലിക്കാവുള്ളൂ. സ്തോത്രം. ഇപ്പം നമ്മളെ സഭയിൽ ഒരു പാസ്റ്റർ വന്ന് പ്രസംഗിക്കുമ്പോൾ ആ പാസ്റ്റർ വചനത്തോട് ദൂത് പറയും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ആ ദൂത് നിൻ്റെ അകത്ത് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ ചിന്തിക്കേ. ആ ദൈവദാസൻ പറയുന്നത് ദൈവവചനത്തിൽ നിന്ന് എടുത്ത് നിന്നോട് പറയുമ്പോൾ നിനക്കൊരു കയ്യടി, ഒരു ചാട്ടം, ഒരു സങ്കടം, ഒരു ഓട്ടം, ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ദൈവദാസന്മാർ നിങ്ങളുടെ മേൽ കൈവച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് നിറവേറാത്തത്? ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം. ദൈവദാസന്മാർ ഇപ്പം തന്നെ ആ കലത്തിൻ്റെ മാവ്
അവരത് ചെയ്തു, അത് വർദ്ധിച്ചു. കേട്ടാ, ദൈവദാസൻ പറഞ്ഞു, അവരത് ചെയ്തു. പക്ഷെ നമ്മൾ ഓരോ സഭകളിലും ഉള്ളവർ ശ്രദ്ധിച്ച് കേട്ടോ, ഇപ്പോൾ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒത്തിരി പുറത്തുനിന്ന് ഫാസ്റ്റേഴ്സ് വരും. അവർ ദൈവനാമത്തിൽ അങ്ങ് പ്രവചിക്കും. പക്ഷേ എവിടെ? എത്രയോ വാക്തത്വങ്ങൾ അവിടെ കിടക്കുന്നു. എന്തുകൊണ്ടത് സ്തോത്രം നിറവേറി വരാത്തെ? നീ അതിനു വേണ്ടി എഫോർട്ട് എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത് വിശ്വസിച്ച് എടുക്കുന്നില്ല. ഇവിടെ യോഹന്നാന് ഒരു ഭ്രാന്തനാകാൻ പറ്റും, ഒരു മാനസിക രോഗിയാകാനും പറ്റും. കാരണം താൻ ഒറ്റയ്ക്കാണ്. ആ ദ്വീപിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങൾ കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. നല്ല 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 പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം ആ ദ്വീപ് അങ്ങനത്തെ ഒരു ദ്വീപാണ്. അവിടെ നിന്ന് ഒരു മനുഷ്യൻ ജീവനോടെ പുറത്തു പോയിട്ടില്ല. അസ്ഥികൂമ്പാരങ്ങളാണ് മൊത്തവും. കഴുകന്മാർ ഇരിപ്പുണ്ട്. ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് യോഹന്നാൻ. അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു 10 ദിവസം ഒരു റൂമിനകത്തിരുന്ന 11ാമത്തെ ദിവസത്തിൽ അവൻ്റെ തലച്ചോറും കിളിയും എല്ലാം ഒത്തു പറന്നു പോകും. പിന്നെ മൈൻഡൊന്നും ശരിയാവില്ല. സ്തോത്രം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആത്മവിവശനായി, ആത്മവിവശതയിലാണ്, ആത്മാവാണ് സ്തോത്രം എടുത്തുകൊണ്ട് പോയി സംസാരിക്കുന്നത്. ആ ചുരുള് വാങ്ങിച്ച് കഴിക്കുക. ആ ചുരുള് വാങ്ങിച്ചത് കഴിച്ചപ്പോൾ യോഹന്നാൻ അവിടെ പറയുന്നുണ്ട്, ഉദരത്തിൽ കയ്പായി, നാവിൽ തേനായി. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നിന്റെ പ്രാർത്ഥന റൂമിൽ നീ കയറുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ചിന്തകളെയും ഹൃദയങ്ങളെയും ശുദ്ധീകരിക്കണം. ഇപ്പം തന്നെ നമ്മുടെ ഭവനങ്ങളിൽ, ഒത്തിരി വഴക്കുള്ള ഭവനങ്ങളിൽ വാക്കുകളെല്ലാം ആ ഭവനത്തിനകത്ത് തങ്ങി നിൽക്കും. ഇപ്പം നിങ്ങളൊരു സ്പ്രേ അടിച്ചുകൊണ്ട് പോകുന്നു, കൂട്ടുകാരൊക്കെ ചോദിക്കും, എന്തൊരു മണോടെ, ഇതെവിടെ നീ സ്പ്രേ വാങ്ങിച്ചേ? നിങ്ങൾ കറക്റ്റ് പറയും. അപ്പോൾ നിങ്ങൾ അടിച്ച സ്പ്രേയുടെ മണം നിങ്ങളുടെ ഈ ഷർട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന വഴക്ക്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കോപങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന അവിശ്വാസങ്ങൾ എല്ലാം നിങ്ങളുടെ റൂമിൽ തങ്ങി നിൽക്കും. വർഷങ്ങളുള്ള സംഭവം അവിടെ തന്നെ കിടക്കും. നിങ്ങൾ പറയുന്ന വാക്കെല്ലാം അവിടെ തന്നെ കിടക്കും. ആദ്യം നിങ്ങൾ ആത്മാവിൽ ഇരുന്ന് അതിനടിച്ച് പുറത്താക്കണം. അവിശ്വാസം പറഞ്ഞത്, കടങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം ശരിക്കും പറഞ്ഞ സത്യമാണ്. പക്ഷെ ആ സംസാരിച്ചത് ആത്മാവിലല്ല, ജഡത്തിലാണ് നീ സംസാരിച്ചത്. നിന്റെ പ്രാർത്ഥന റൂമിൽ പോലും സ്തോത്രം ആ ജഡത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്ന. അതിൽ ഏറ്റവും വലിയൊരു തെളിവ് പറയാം. ഇയ്യോബ് ഇരിക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിൽ നിന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ഇങ്ങനെ പുഴുക്കളെ എടുത്ത് കളയുമ്പോൾ ഭാര്യ ഓടി വന്ന് പറയാണ്, ഇതിനേം കാലം നീ ആ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് ഒന്നിലും മരിക്കില്ലെങ്കിൽ ജീവിക്കുക, എന്തെങ്കിലും ഒരെണ്ണം ചെയ്യും. നിങ്ങളവിടെ ശ്രദ്ധിക്കുക, ആ ഇയ്യോബിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി സ്തോത്രം അവർ ആത്മീയതയിലുള്ള സ്ത്രീ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ആത്മീയതയിലുള്ള സ്ത്രീയാണ്. പക്ഷെ അവർക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇയ്യോബ് സ്തോത്രം ആത്മാവിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഒരിക്കലും ശരീരത്തിൽ മുഴുവനും വ്രണവും പുഴുവായിട്ട് ഒരു മനുഷ്യൻ്റെ സ്മെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഇയ്യോബിൻ്റെ വൈഫ് തന്നോടൊപ്പം ഒരു ദൈവദാസി എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അവർ ഇയ്യോബിനെ വിട്ട് ഓടിയിട്ടില്ല. വേറെ ആരെയും ഫോൺ കോൾ വിളിച്ച് സംസാരിച്ച് എൻ്റെ ദുഃഖങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നു പാസ്റ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരാ ഭർത്താവിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തിൽ ഹൃദയത്തിൽ അനുഭവിച്ചിരിക്കുന്ന ഇയ്യോബിനെ പറ്റി അവരുടെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല, ഇയ്യോബിൻ്റെ ഫ്രണ്ട്സുകൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഇയ്യോബ് ആ വട്ടം, അതായത് ആ സാന്നിധ്യം വിട്ട് ഇയ്യോബ് ഒരു സംഭാഷണവും പറയില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് 2022, 23, 24 കാലഘട്ടങ്ങളിൽ ദൈവ ദൂതുകൾ സ്തോത്രം നിങ്ങളുടെ മേൽ വന്നപ്പോൾ എന്തുകൊണ്ടത് നിറവേറത്തിൻ്റെ കാരണം ഈ സംഭവങ്ങളാണ്. ആ വീട്ടിൽ ഇപ്പോഴും തളം കെട്ടിക്കിടക്കുന്ന സംഭവങ്ങളുണ്ട്. നീ പറഞ്ഞു വിട്ട വാക്ക് അതിന് പവറുണ്ട്. നീ ഭൂമിയിൽ എന്ത് പറയുന്നുവോ അത് സംഭവിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. നീ പറഞ്ഞത് കടമാകട്ടെ, മറ്റുള്ളവരെ പറ്റിയുള്ള വിഷയങ്ങളാകട്ടെ, പാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വിഷയങ്ങൾ എല്ലാം, എനിവേ എല്ലാം അവിടെ കിടപ്പുണ്ട്. ആദ്യം തൂത്തതിനെ കളയണം. കാരണം നീ
മന്ദിരവാ. ഞാൻ പറയുന്ന വീട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന വീട് ഏത് വീടാ? ഈ ഹൃദയം. ഇതിനകത്തെല്ലാം കിടപ്പുണ്ട്. ഇത് നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ മാത്രമേ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ പറ്റൂ. 2, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ ഭവനം, യഥാർത്ഥ ഭവനം ഏതാ? ഉറങ്ങുന്ന വീട്. അതും ഇതിനകത്ത് ലാൻഡിംഗ് ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം അതല്ലേ മോശയുടെ പറഞ്ഞ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റ്. അത് നിനക്ക് തടസ്സമാ. നീ നിൽക്കുന്ന വിശുദ്ധ സ്ഥലത്താ, നീ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ സ്ഥലത്താ. പക്ഷെ നിന്റെ ജീവിതമാകുന്ന ഓരോ സംഭവങ്ങളും മാറ്റ്. കാരണം നിനക്ക് വാഗ്ദത്തം നിന്റെ ഫ്രണ്ടിലുണ്ട്, നിനക്കത് എടുക്കാൻ പറ്റുന്നില്ല. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയണത്, നീ 2025 ദൈവ ശബ്ദം കേൾക്കണമോ? ഇതൊക്കെ മാറ്റിയേ പറ്റൂ. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് ദൈവവുമായിട്ട്, ദൈവവചനമായിട്ട്, പരിശുദ്ധാത്മാവായിട്ട് ഒരു കൂട്ടായ്മ നിനക്ക് വേണം. കൂട്ടുകാർ വേണം, അതവിടെ ഇരിക്കട്ടെ. നിനക്കൊരു കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവായിട്ട്. നീ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം സാത്താൻ അങ്ങനെയുള്ള ഒരു സ്പിരിറ്റാണ്. ഹല്ലേലൂയ. അവന് ഒരിക്കലും ദൈവവചനത്തെ, സ്തോത്രം, നന്നായി ധ്യാനിക്കാൻ സമ്മതിക്കത്തില്ല. അതല്ലേ പൗലോസ് പറഞ്ഞ്, സാത്താൻ താൻ വിളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധിയാകുവിൻ. അത് ഡ്രസ്സിലല്ല, നിന്റെ നോട്ടത്തിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ ഹൃദയത്തിൽ അതുണ്ടാകണം. ഹല്ലേലൂയ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം കൂടാതെ എന്നെ ഇവിടെ നയിക്കരുത്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം വരണം. എന്തിനെന്ന് കേട്ടാൽ, നീ എണീറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഈ വചനം നന്നായി ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇന്നലെ ഇട്ട മെസ്സേജിൽ മനസ്സിലാക്കി. വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയൊക്കെ. ഞാൻ വളരെ വളരെ നന്ദിയോടെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ഈ വചനങ്ങൾ വെറുതെ സംസാരിക്കുന്നതല്ല. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരുമിച്ച് കാണാൻ പറ്റും. കാരണം ഓരോ വചനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ബൈബിളിലുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ തപ്പണം, നോക്കണം. ഹല്ലേലൂയ. ഒരു പെനീന ബേക്കിൽ നിന്ന് കുത്തുന്നത് കൊണ്ടാണ് ഒരു ഹന്ന എണീറ്റേ. ആ പെനീനെ കുത്തി വേദനിപ്പിച്ച കരച്ചിൽ അവളുടെ ഹൃദയത്തിലുണ്ട്. അവൾക്കത് മനസ്സിലായി, ഞാൻ ആ തെറ്റുകാരി. ആ വികാരത്തെ ദൂരെ കളഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞു, മനോവ്യസനത്തോടു കൂടി. അന്നേരം എന്താ സംഭവിച്ചേ? ഒരു പ്രവാചകനെ കിട്ടി. ഹല്ലേലൂയ. ശമൂവേൽ. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം പറയുന്നത് കേൾക്കാൻ കാതോർക്കുക. നിങ്ങൾക്ക് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഇടർച്ചയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് പതുക്കെ അങ്ങ് മാറിക്കളാം. എന്നിട്ട് മാറിയിരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഇടർച്ച യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കേ. 2, നിന്റെ ഹൃദയത്തിൽ ഇടർച്ചയാണോ, നീ ഇടർച്ചയാണോ, അതിനെ ശാസിക്കേ. സ്തോത്രം. യേശു എന്താ പറഞ്ഞേ? കണ്ണ് നേരെ ചൊവ്വയല്ലെങ്കിൽ ആ കണ്ണിനെ ചുവന്നെടുത്ത് ദൂരെ കളാം. അതിൻ്റെ അർത്ഥം പിച്ചാത്തി എടുത്ത് കണ്ണിന് ഇങ്ങനെ കുത്താനല്ല, നിന്റെ ആത്മീയ കണ്ണിനെയാണ് പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞുതരാം. 9947 00 35 12. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. ഏത് വിഷയവും ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുക. വിളിക്കുമ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ കൂടെ ഇരുത്തിക്കണം, ബൈബിൾ എടുത്തോണം, മക്കളുണ്ടെങ്കിൽ മക്കളെ ഇരുത്തണം. നിങ്ങളുടെ ഓരോ കാര്യത്തിലും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത് അത് നിങ്ങളോട് ഷെയർ ചെയ്യും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമുക്കണം. വളരെ സന്തോഷത്തോടെ നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ നോക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.